നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 19 ബുധനാഴ്ചയാണ്. ഇന്ത്യൻ വിപണിയിൽ കഴിഞ്ഞ 2 ദിവസമായി ഒരു റിലീഫ് റാലിയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. 14% ഇടിഞ്ഞ ഇൻഡെക്സിലുണ്ടായ ഒരു ചെറിയ പുൾ ബാക്ക് മാത്രമാണോ എന്നതാണ് നമ്മൾ നോക്കേണ്ടത്. ഇത് സസ്റ്റെയിൻ ചെയ്യുമോ എന്നത് തന്നെയാണ് ഇൻവെസ്റ്റേഴ്സ് ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമായി വരുന്നത്. ഇന്നും ഗിഫ്റ്റ് നിഫ്റ്റി സൂചിപ്പിക്കുന്നത് 60 മുതൽ 70 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന് സാധ്യതയുണ്ട് എന്നാണ്. നമ്മുടെ മാർക്കറ്റ് വളരെ പോസിറ്റീവ് ആണെങ്കിലും US മാർക്കറ്റിന്റെ സ്ഥിതി സ്വല്പം വ്യത്യസ്തമാണ്. ഇന്നലെ ഫെഡറൽ റിസർവ് മീറ്റിംഗിന് മുന്നോടിയായി US മൂന്ന് മാർക്കറ്റുകളും ഇടിയുകയുണ്ടായി. ഡൗ ജോൺസ് 0.62% ഇടിഞ്ഞു. S&P 500 1.07% ഇടിഞ്ഞു. നാസ്ഡാക്ക് ആണ് കൂടുതൽ നഷ്ടമുണ്ടാക്കിയത്. 1.71% ഇടിവാണ് രേഖപ്പെടുത്തിയത്. ഫെഡറൽ റിസർവിന്റെ ഏറ്റവും പുതിയ നയ തീരുമാനം ഇന്ന് ബുധനാഴ്ച പ്രഖ്യാപിക്കും. ഇത് പലിശ നിരക്കുകൾ അതേപടി നിലനിർത്തുമെന്നും സമ്മറി ഓഫ് എക്കണോമിക് പ്രൊജക്ഷൻ SCP ഇന്ന് പുറത്തിറക്കും എന്നും പ്രതീക്ഷിക്കുന്നു. US എക്കോണമിയുടെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള ഇപ്പോഴത്തെ ഒരു അവസ്ഥ നമുക്ക് അതിലൂടെ മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ റേറ്റ് കട്ടിന്റെ കാര്യത്തിൽ ഫെഡ് കൂടുതൽ തിടുക്കം കാണിക്കുന്നു എന്നാണ് US സെൻട്രൽ ബാങ്ക് ഒഫീഷ്യൽസ് പറയുന്നത്. ഇത്തരത്തിൽ ഫെഡ് നിരക്ക് കുറയ്ക്കുന്നതിൽ തിടുക്കം കാണിക്കുകയാണെങ്കിൽ താരിഫ് മൂലം ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ അത് US എക്കോണമിയെ ബാധിക്കും എന്നാണ് സെൻട്രൽ ബാങ്ക് ഒഫീഷ്യൽസ് അഭിപ്രായപ്പെടുന്നത്. ഏതായാലും താരിഫുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വങ്ങൾ മാറിയിട്ടില്ല എന്ന് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. കൂടാതെ ഇന്നലത്തെ പ്രധാനപ്പെട്ട ഒരു സംഭവമായി മാറിയത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള കോൾ തന്നെയായിരുന്നു. ഉക്രൈനിലെ ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമാക്കി 30 ദിവസത്തെ വെടിനിർത്തലിന് റഷ്യൻ പ്രസിഡന്റും US പ്രസിഡന്റും ധാരണയിലെത്തി. സമാധാന ചർച്ചകൾ ഉടൻ ആരംഭിക്കുമെന്നും വൈറ്റ് ഹൗസ് അറിയിക്കുകയുണ്ടായി. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഓയിൽ പ്രൈസുകൾ ഇന്നലെ 1% നഷ്ടം രേഖപ്പെടുത്തി. ഇനി US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനത്തിലേക്കാണ്. ഇൻഫോസിസ് 0.65% ഇടിയുകയുണ്ടായി. വിപ്രോ 1.48% ഇടിഞ്ഞു. ബാങ്കിംഗ് സൈഡ് ICICI ബാങ്ക് 2.45% നേട്ടത്തിലും HDFC ബാങ്ക് 1.25% നേട്ടത്തിലും ക്ലോസ് ചെയ്തു. ഡോക്ടർ റെഡ്ഡി 0.91% ഉയർന്നു. യൂറോപ്യൻ മാർക്കറ്റുകളും ഇന്നലെ നേട്ടത്തിൽ തന്നെയായിരുന്നു ക്ലോസ് ചെയ്തിട്ടുള്ളത്. സ്വർണം വീണ്ടും നേട്ടമുണ്ടാക്കിയതാണ് ഇന്നലെ കണ്ടത്. 1.2% ഉയർന്നു. സ്പോട്ട് ഗോൾഡ് നല്ല നേട്ടമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് ഇതാദ്യമായി ഈ മാസം 66,000 എന്ന മാർക്ക് പിന്നിട്ടിരിക്കുന്നു. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ട് മുകളിൽ നമ്മളിവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് 200 ലൈക്കുകൾ തന്നെയാണ്. എല്ലാ സുഹൃത്തുക്കളും ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളിലേക്കാണ്. ആദ്യം വോഡാഫോൺ ഐഡിയയുടെ 5G ലോഞ്ചിനെ സംബന്ധിച്ചിട്ടുള്ള വാർത്തയാണ്. വോഡാഫോൺ ഐഡിയ മാർച്ച് 20 മുംബൈയിൽ 5G സേവനങ്ങൾ വാണിജ്യപരമായി അവതരിപ്പിക്കും. വോഡാഫോൺ ഐഡിയ വളരെ വില കുറഞ്ഞ പ്ലാനുകളാണ് ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. വിയോയുടെ എൻട്രി ലെവൽ അൺലിമിറ്റഡ് 5G പ്ലാൻ 299 രൂപയിലാണ് ആരംഭിക്കുന്നത്. ഇത് ജിയോയേക്കാൾ 14% വില കുറഞ്ഞതും എയർടെലിനേക്കാൾ 21% കുറവുമാണ്. ജിയോയ്ക്ക് 28 ദിവസത്തിന് 349 രൂപ 2 GB പെർ ഡേ എന്ന നിലയിലായിരിക്കും ലഭിക്കുന്നത്. എയർടെലിന് അത് 379 രൂപ 2 GB പെർ ഡേ എന്ന നിരക്കിൽ പ്രതിമാസം ലഭിക്കും. 299 രൂപയുടെ പ്ലാനാണ് വോഡാഫോൺ ഐഡിയ അവതരിപ്പിച്ചത്. പക്ഷേ 1 GB മാത്രമാണ് ദിവസം ലഭിക്കുക. 28 ദിവസത്തേക്കാണ് പ്ലാനിൻ്റെ വാലിഡിറ്റി ഉണ്ടാവുക. ഏതായാലും ഈ പുതുതായി അവതരിപ്പിക്കുന്ന 5G പ്ലാനുകൾ വോഡാഫോൺ ഐഡിയയ്ക്ക് ഗുണകരമാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഇനി പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളിലേക്ക്. ആദ്യം ഭാരതി എയർടെൽ. ഭാരതി എയർടെലിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഇൻഡസ് ടവേഴ്സിന് വിൽക്കാൻ ഓഹരി ഉടമകളിൽ നിന്ന് അനുമതി ലഭിച്ചു. അടുത്തത് നസാര ടെക്നോളജീസ് ആണ്. അബ്സല്യൂട്ട് സ്പോർട്സിലെ 8.97% അധിക ഓഹരികൾ 691.7 മില്യൺ രൂപയ്ക്ക് സ്വന്തമാക്കി. 100% ഓഹരിയുള്ള ഏക ഉടമയും കൂടിയായി അവർ. അടുത്തത് പ്രീമിയർ എക്സ്പ്ലോസീവ്സ് എന്ന കമ്പനി 18.9 കോടി രൂപയുടെ പുതിയ കയറ്റുമതി ഓർഡർ കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നു. അടുത്തത് ബജാജ് ഓട്ടോ എന്ന കമ്പനി. ഏപ്രിൽ 1 മുതൽ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായ രാജീവ് നയൻ രാഹുൽ കുമാർ ബജാജിനെ ബോർഡ് വീണ്ടും നിയമിച്ചിരിക്കുന്നു. കൂടാതെ മെയ് 20 മുതൽ 5 വർഷത്തേക്ക് അഭിനവ് ബിന്ദ്രയെ കമ്പനിയുടെ നോൺ എക്സിക്യൂട്ടീവ് ഇൻഡിപെൻഡന്റ് ഡയറക്ടറായും നിയമിച്ചു. 1500 കോടി രൂപയുടെ പുതിയ ഫണ്ട് ഇൻഫ്യൂഷനും ബോർഡ് അംഗീകരിച്ചിട്ടുണ്ട്. അടുത്തത് സൈഡസ് ലൈഫ് സയൻസ് എന്ന കമ്പനി 60 മില്ലിഗ്രാം അപ്ലൂറ്റുമൈഡ് ടാബ്ലറ്റുകൾ നിർമ്മിക്കുന്നതിന് US FDA നിന്ന് കമ്പനിക്ക് അന്തിമ അനുമതി ലഭിച്ചിരിക്കുന്നു. മറ്റൊരു കമ്പനി GR ഇൻഫ്രാ പ്രൊജക്ട്സ് ആണ്. 4262.78 കോടി രൂപയുടെ പദ്ധതിക്കായി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ
സ്വീകാര്യത കത്ത് കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നു. മറ്റൊരു കമ്പനി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ്. കമ്പനി ബ്ലൂച്ച് എയറോസ്പേസുമായി ഒരു കരാറിൽ ഏർപ്പെട്ടു. അടുത്തത് സെൻ ടെക്നോളജീസ്. കമ്പനി ബൈരോ റോബോട്ടിക്സിലെ 45.33% ഓഹരികൾ അക്വയർ ചെയ്തിരിക്കുന്നു. ഇനി രാവിലെ 9 മണി മുതൽ 3:30 വരെ എല്ലാ എഡ്യൂക്കേഷൻ വ്യൂസും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിലാണ് നൽകാറുള്ളത്. അപ്പോൾ ആർക്കെങ്കിലും നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിനെ കുറിച്ച് കൂടുതലായി അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നുണ്ട്. ഇന്ന് F&O സെഗ്മെൻറ്റിൽ ബാനായ സ്റ്റോക്കുകൾ BSE, ഇൻഡസ്ഇൻഡ് ബാങ്ക്, ഹിന്ദുസ്ഥാൻ കോപ്പർ, മണപ്പുറം ഫിനാൻസ്, സെയിൽ തുടങ്ങിയവയാണ്. അടുത്തതായി FIDA ആക്ടിവിറ്റിയിലേക്കാണ്. നമ്മൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് FIDA ആക്ടിവിറ്റി അവരുടെ FISൻ്റെ സെല്ലിങ്ങിൽ ഒരു കുറവുണ്ടായി എന്ന കാര്യമൊക്കെ പറഞ്ഞിരുന്നു. അതിൽ തന്നെ FIS ഇന്നലെ ബൈയിങ്ങിലേക്ക് തിരികെ വന്നു എന്നത് വളരെ പോസിറ്റീവായി കാണേണ്ട ഒരു കാര്യമാണ്. FIS ഇന്നലെ 1463 കോടി രൂപയ്ക്കാണ് ബൈ ചെയ്തത്. DIS ആവട്ടെ 2028 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. ഇന്നിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് തന്നെയാണ് ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകൾ ഭൂരിഭാഗവും കാണിക്കുന്നത്. ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.49% നേട്ടത്തിലാണ്. സിംഗപ്പൂർ മാർക്കറ്റ് 0.26% നേട്ടത്തിൽ. കോസ്പി മാർക്കറ്റ് 1.11% നേട്ടത്തിൽ. തായ്വാൻ മാർക്കറ്റ് 0.14% ഇടിവിൽ. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 22,965 എന്ന നിലയിൽ 71 പോയിന്റ് സബ്സൈഡിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ സമയം 7 മണിയാണ്. ഇപ്പോഴത്തെ നിലവെച്ച് നിഫ്റ്റിയിൽ ഏകദേശം 60 മുതൽ 70 പോയിന്റ്സിൻ്റെ ഒരു ഗ്യാപ്പ് ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ഓയിൽ പ്രൈസുകളിലേക്ക്. ഉക്രൈനിലെ ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമാക്കി 30 ദിവസത്തെ വെടിനിർത്തലിന് റഷ്യൻ പ്രസിഡന്റും US പ്രസിഡന്റും ധാരണയിലെത്തിയതോടെ ഇന്നലെ നേട്ടത്തിലുണ്ടായിരുന്ന ഓയിൽ പ്രൈസുകൾ പിന്നീട് വലിയ ഇടിവിലേക്ക് പോയി. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് $70 ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ബ്രന്റ് ഉള്ളത് $70.36 പെർ ബാരൽ എന്ന നിലയിൽ ഒരു മ്യൂട്ടഡ് അവസ്ഥയിലാണുള്ളത്. WTI ഉള്ളത് $66.52 പെർ ബാരൽ എന്ന നിലയിൽ 0.34% ഇടിവിലാണ് ട്രേഡിംഗ് ചെയ്യുന്നത്. നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഇന്നലെ നല്ലൊരു റിക്കവറിയാണ് കാണാൻ സാധിച്ചത്. മാർക്കറ്റിൽ 2 മാസത്തിനിടയിലുണ്ടായ ഏറ്റവും വലിയൊരു റിക്കവറി ആയിരുന്നു ഇന്നലെ നടന്നത്. നിഫ്റ്റി 1.5% നേട്ടമുണ്ടാക്കിയത്. നിഫ്റ്റിയിൽ ഇന്നലത്തെ പ്രീ മാർക്കറ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞതുപോലെ ഹവർലി ചാർട്ടിലെ സിമെട്രിക്കൽ ട്രയാങ്കിൾ പാറ്റേണിൽ നിന്നും ഒരു ബ്രേക്ക് ഔട്ട് ലഭിക്കുകയും ചെയ്തു. അതിൻ്റെ ടാർഗറ്റും ഹിറ്റ് ചെയ്യുകയുണ്ടായി. വളരെ പ്രധാനപ്പെട്ട സോണായ അപ്സൈഡിലെ 22,870 മുതൽ 23,040 വരെയുള്ള ഒരു ക്രൂഷ്യൽ സോണിലേക്കാണ് നിഫ്റ്റി ഇനി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ആദ്യം ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്യണം. അതിനോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട അപ്സൈഡിലെ റെസിസ്റ്റൻസ് ഏരിയ കൂടി ബ്രേക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ അപ്സൈഡിലെ റെസിസ്റ്റൻസ് ഏരിയയിൽ മുൻപ് ഒക്ടോബർ 2024 ഡിസംബർ 2024 നിഫ്റ്റി ടച്ച് ചെയ്തിരുന്നു. അതിനുശേഷം അവിടെ നിന്നൊക്കെ ബ്രേക്ക് ഡൗൺ ആണ് നിഫ്റ്റിക്ക് ലഭിച്ചിരുന്നത്. അപ്പോൾ ഇത്തവണ ആ ഒരു ഏരിയ ക്രോസ് ചെയ്ത് മുകളിലേക്ക് പോകാൻ കഴിയുമോ എന്നത് തന്നെയാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. ഇന്നലത്തെ വലിയൊരു പോസിറ്റിവിറ്റി കൂടി പറയാനുള്ളത് 20-ഡേ EMAക്ക് മുകളിലായി ഒരു കംഫർട്ടബിൾ ക്ലോസിംഗ് വെക്കാൻ നിഫ്റ്റിക്ക് സാധിച്ചിട്ടുണ്ട്. അത് വലിയൊരു പോസിറ്റിവിറ്റി തന്നെയാണ്. കൂടാതെ കഴിഞ്ഞ ഏതാനും സെഷനുകളിലായി ലോവർ ഹൈ ലോവർ ലോ ഫോർമേഷനാണ് നിഫ്റ്റിയിൽ ഫോം ആയിക്കൊണ്ടിരുന്നത്. എന്നാൽ അത് ഇത്തവണ ബ്രേക്ക് ചെയ്തിരിക്കുന്നു എന്നതും ഒരു പോസിറ്റിവിറ്റി തന്നെയാണ്. അടുത്തതായി നിഫ്റ്റിയിൽ മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും മുഡ് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. കോൾ സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 23,000, അതിനുശേഷം 23,500 സ്ട്രൈക്ക്, അതിനുശേഷം 23,200 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 22,500, അതിനുശേഷം 22,000 സ്ട്രൈക്ക്, അതിനുശേഷം 22,600 സ്ട്രൈക്കിലുമാണ്. വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 23,000-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 22,600-ഉമാണ്. അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും മുഡ് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ്. ആദ്യം കോൾ സൈഡിൽ 51,000-ലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് ഉള്ളത്. അതിനുശേഷം 52,000 സ്ട്രൈക്കും, അതിനുശേഷം 50,000 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 49,000, അതിനുശേഷം 48,000 സ്ട്രൈക്ക്, അതിനുശേഷം 47,000 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 50,000-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 49,000-ഉമാണ്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 49,314 960 പോയിന്റ്സ് അഥവാ 2% ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. നിഫ്റ്റിയിൽ ഫെബ്രുവരി 24 ക്രിയേറ്റ് ചെയ്ത ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തിരുന്നു. അതുപോലെ തന്നെ വളരെ ശക്തമായിട്ടുള്ള ഒരു ക്യാൻഡിലാണ് ബാങ്ക് നിഫ്റ്റിയിലും ഫോം ആയത്. ചെറിയ അപ്പർ ലോവർ വിക്കോട് കൂടിയ ഒരു വലിയ ബുള്ളിഷ് ക്യാൻഡിൽ തന്നെയാണ് ഡെയിലി ചാർട്ടിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഫോം ആയത്. ബാങ്ക് നിഫ്റ്റിയേക്കാൾ കുറച്ചുകൂടി പോസിറ്റീവ് ആണെന്ന് പറയാൻ കാരണം 20-ഡേ EMAക്ക് മുകളിലായിട്ടും 50-ഡേ EMAക്ക് മുകളിലായിട്ടുമാണ്
ബാങ്ക് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഇനി അപ്സൈഡിൽ ശ്രദ്ധിക്കേണ്ടത് 49,750 അതിനുശേഷം 50,500 എന്ന പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് ഏരിയയുമായിരിക്കും. അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. കോൾ സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 51,000, അതിനുശേഷം 52,000 സ്ട്രൈക്ക്, അതിനുശേഷം 50,000 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 49,000, അതിനുശേഷം 48,000 സ്ട്രൈക്ക്, അതിനുശേഷം 47,000 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 50,000-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 49,000-ഉമാണ്. ഇന്ത്യ വിക്സിലേക്ക് 13.21 1.5% ഇടിഞ്ഞാണ് ഇന്ത്യ വിക്സ് ക്ലോസ് ചെയ്യുന്നത്.